വിരസതയും വിഷമങ്ങളുമില്ലാത്ത മനുഷ്യരുണ്ടോ? ഇല്ല എന്ന് തന്നെയാകും ഭൂരിഭാഗം പേരുടെയും മറുപടി. ആയുസുള്ള നേരമത്രയും ഒരംഗമല്ലേ എന്ന് റാപ്പർ MC കൂപ്പർ എഴുതിയതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ഇമോഷണൽ റോളർ കോസ്റ്റർ ജീവിതത്തിൽ മിക്കപ്പോഴും നമുക്ക് ആശ്വാസം നൽകാറുള്ളത് നമ്മുടെ രണ്ടാം ഹൃദയമായ എല്ലാമായ നമ്മുടെ മൊബൈൽ ഫോണാണ്. ഇത്രയൊക്കെ ആശ്വാസം നൽകാൻ എന്താണ് ഈ മൊബൈലിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ചു നേരം റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് കണ്ട് സമയം കളയണം. അതെ, ഇന്ന് നമ്മളിൽ പലരും അത്രത്തോളം അഡിക്റ്റാണ് റീൽസിനും ഷോർട്സിനും. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ലോകത്തുള്ള സകലമാന വിഷയങ്ങളും സകല സംഭവങ്ങളും വാർത്തകളും പരസ്യങ്ങളും എല്ലാം ഇന്ന് 1 മിനിറ്റിലേക്ക് ചുരുങ്ങിയത് തന്നെയാണ് നമ്മളെ റീൽസിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഇഷ്ടമില്ലാത്ത വീഡിയോകൾ ഒറ്റ സ്ക്രോളിൽ തുടച്ചു മാറ്റാൻ കഴിയുന്നത് മറ്റൊരു കാരണം. എന്നാൽ ഈ റീൽ അഡിക്ഷൻ ഉടൻ തന്നെ കുറയുമെന്നാണ് ഒരു സംഘം ഗവേഷകർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ടൊറന്റോ സ്കാർബറോ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് റീൽസിനോടുള്ള നമ്മുടെ പ്രണയത്തിന് അവസാനമുണ്ടാകുമെന്ന് അവകാശപ്പെടുന്നത്. ഫാസ്റ്റ് ഫോർവേഡ് ടു ബോർഡം, ഹൗ സ്വിച്ചിങ് ബിഹേവിയർ ഓൺ ഡിജിറ്റൽ മീഡിയ മേക്സ് പീപ്പിൾ മോർ ബോർഡ് എന്ന തലക്കെട്ടിലാണ് ഗവേഷകർ പുതിയ പഠനഫലം പുറത്തിറക്കിയത്. മാത്രമല്ല, 1 മിനിറ്റ് വീഡിയോയിൽ മടുപ്പ് വരുന്നതിനോടൊപ്പം തന്നെ അല്പം ഉൾക്കാമ്പുള്ള 5-10 മിനിറ്റുകൾ നീണ്ട വീഡിയോകളിലേക്ക് റീൽസ് പ്രേമികൾ തിരികെ എത്തുമെന്നും ഗവേഷകർ പറഞ്ഞു വയ്ക്കുന്നു. ശരിക്കും വിരസത അകറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് യൂട്യൂബ് ഷോർട്സും ഇൻസ്റ്റഗ്രാം റീൽസും ടിക്ടോക്കും ഒക്കെ അവതരിപ്പിച്ചത്. പക്ഷേ പഠനത്തിൽ പറയുന്നത് രസകരമായ റീൽസ് ഷോർട്സ് വീഡിയോകൾ ആസ്വദിക്കുന്നതിനായി മുന്നോട്ടും പിന്നോട്ടും സ്ക്രോൾ ചെയ്യുന്നത് ക്രമേണ ഉപയോക്താക്കളെ കൂടുതൽ ബോറടിപ്പിക്കും എന്നാണ്. 166ഓളം ബിരുദധാരികളായിരുന്നു ഈ ഗവേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പരീക്ഷണം നടത്തിയതാകട്ടെ 1200-ലധികം ആളുകളിൽ. 7ഓളം പരീക്ഷണങ്ങളാണ് ഗവേഷകർ ഇവരിൽ നടത്തിയത്. ചുറ്റുപാടിലുള്ള ഇടപഴകൽ കുറയുന്നതും സ്വന്തം പ്രവർത്തനങ്ങളിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നതുമാണ് റീൽസിനോട് വിരക്തി ഉണ്ടാകുന്ന തരത്തിലുള്ള മാനസിക അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടെ മാറുന്ന റീൽസിനേക്കാൾ ആഴത്തിലുള്ള വീഡിയോകളുടെയും സ്റ്റോറികളുടെയും ഉള്ളടക്കത്തിലേക്ക് മുഴുകുന്ന ഒരാൾക്ക് ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് റീൽസിനേക്കാൾ കൂടുതൽ ആസ്വാദനം നേടാമെന്നും ഇവിടെയുള്ള പഠനം സൂചിപ്പിക്കുന്നു. പഠന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഭാവിയിൽ ആളുകൾ എങ്ങനെ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഉപയോക്തൃ അനുഭവം പ്രോത്സാഹിപ്പിക്കുന്നതിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവരുടെ ഇന്റർഫേസുകൾ ഭാവിയിൽ ഈ പഠനത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്തേക്കാമെന്നും ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്.